ഹായ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഞാൻ ചെയ്യുന്ന മെത്തേഡാട്ടോ കാണിക്കുന്നത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു പീസ് പട്ടയും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു 3 സവാള ഇതുപോലെ അരിഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പൊ തന്നെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, എന്നാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും 4 5 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ. സവാള നന്നായിട്ട് വഴന്ന് വന്ന ശേഷം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടുമൊന്നും വേണ്ട, അതിന്റെ കൂടെ തന്നെ നമുക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ചിക്കനും തക്കാളിയൊക്കെ ഒരുമിച്ച് അങ്ങ് വെന്ത് കിട്ടിക്കോളും. ഞാൻ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങും ചേർക്കാനുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ചേർക്കാറില്ല. ഈ രീതിയിലാണ് ഞാൻ ചെയ്യല്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ചെറിയ തീയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഏകദേശം ചിക്കൻ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടുമല്ലോ. ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയും അതിലേക്ക് 8-10 കാഷ്യൂസ് വെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു സമയത്ത് തക്കാളിയുടെ എണ്ണം കുറച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തൈര് ഒരു 1/4 കപ്പ് ചേർത്തിട്ട് അതും കൂടെ ഈ തേങ്ങയുടെ മിക്സിൽ ഒന്ന് അരച്ചെടുത്തിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ. അങ്ങനെയും ഞാൻ ചെയ്യലുണ്ട്. അപ്പൊ തക്കാളി ഒന്നെടുത്താൽ മതി തൈര് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പൊ അത് ആ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ 10 എടുത്തിട്ടുള്ളത്. 8 മുതൽ 10 ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പൊ അതാ അതിലേക്ക് കുറച്ച് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ കുരുമുളക് പൊടി ചേർക്കാം. എന്റേത് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ പിന്നെ എക്സ്ട്രാ കുരുമുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. മല്ലിയിലേക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. ഞാൻ ആഫ്രിക്കൻ മല്ലി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നോർമൽ മല്ലി ഉണ്ടെങ്കിൽ അത് എടുക്കാം. എന്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ അത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് സെർവ് ചെയ്യാം. ഞാൻ പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചു വന്നാലേ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു പാന് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി മെൽട്ടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് മൂപ്പിച്ച് ആ ഒരു കുറുമയുടെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യുടെ ടേസ്റ്റ് കൂടെ വരുമ്പോൾ കുറുമയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അത് നിർബന്ധമല്ല, പക്ഷെ അത് ഇഷ്ടമുള്ളവർ എന്തായാലും അത് ചെയ്ത് നോക്കുള്ളൂ. എക്സ്ട്രാ ഒരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു കുറുമയ്ക്ക് കിട്ടും. പിന്നെ അണ്ടിപ്പരിപ്പ് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നെയ്യ് 1 ടീസ്പൂൺ നേരിട്ട് അങ്ങ് കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താലും മതി. അതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഫോളോ ചെയ്യാനും മറക്കല്ലേ.